ഞാൻ വരെ ആദ്യം ശ്രദ്ധയില്ലാട്ടോ വീട്ടുകാരിലൊന്നും. വെറുതെ എന്റെ വാലേ തൂങ്ങി നടന്നിട്ടേ നീയും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെ വളരണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോ പ്രേക്ഷകരൊക്കെ നിരാശപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ. നമ്മൾ ഒരിക്കലും നടക്കരുതേ എന്ന് വിചാരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സിദ്ധു പുറത്തേക്ക് പോയിരിക്കുവാണേ. അപ്പൊ നമ്മുടെ ലച്ചു എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ സിദ്ധു ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ സിദ്ധു തിരികെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ലച്ചു കുറെ വഴക്ക് പറയുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനല്ലേ സിദ്ധു ഫോൺ വിളിക്കുന്നത്, ഫോൺ വിളിച്ചാലൊന്ന് എടുത്താൽ എന്താണ്, അല്ലെങ്കിൽ സിദ്ധുവിന് ഇപ്പൊ വീട്ടുകാരെ പറ്റി ചിന്തയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലച്ചു കുറെ സിദ്ധുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടേ. അപ്പൊ സിദ്ധു ഒന്നും തിരികെ പറയുന്നില്ല കേട്ടോ. സിദ്ധു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ശേഷം സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധു വീണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. വന്ന പാടെ വീണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഒക്കെ കാണുമ്പോൾ നമ്മുടെ കേശു ഭവാനി അമ്മൂമ്മയോട് പറയുന്നുണ്ട്, അളിയൻ എന്തോ സങ്കടം ഉണ്ടല്ലോ, ഇനി വല്ല തോന്നലാണോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മൂമ്മ പറയുന്നുണ്ട്, ഇല്ലടാ എന്തോ മോന് സങ്കടമുണ്ട് എന്ന് പറയുകയാണ്. ശേഷം നമ്മുടെ സിദ്ധു തിരികെ വന്നിട്ട് വേറെ എന്താ പറയാ, ഡ്രസ്സൊക്കെ മാറി പുറത്തു പോകാൻ, അതായത് എവിടെയോ പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തിട്ട് നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട്, കേശുവേ നീ എന്നെ പോലെ ആകരുത്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടക്കരുതടാ, നീ എന്റെ പുറകെ നടന്ന നിന്റെ ഭാവിയും കൂടി ഇല്ലാതാക്കരുത് എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്. നമ്മുടെ സിദ്ധുവിന്റെ ഒരു യാത്ര പറച്ചില് പോലെ ആട്ടോ ശരിക്കും അത് തോന്നിയത്. ശേഷം എല്ലാരും ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടേ. ഇനി നമ്മുടെ സിദ്ധുവിടെയും തിരികെ ഗൾഫിലേക്ക് പോകാൻ പോകുകയാണോ, അതിനുള്ള ആ ഒരു സങ്കടമായിരുന്നു നമ്മുടെ സിദ്ധുവിന്റെ മുഖത്തുണ്ടായിരുന്നേ. എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ലച്ചുവിന് എന്നേക്കുമായിട്ട് നമ്മുടെ സിദ്ധുവിനെ നഷ്ടപ്പെടാൻ പോവുകയാണോ അല്ലെ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.